ഹായ് ഹലോ. ഞാനിപ്പോൾ ഉള്ളത് ഇത് വലിയൊരു തോടാണ് കേട്ടോ. ഈ തോട് നിറയെ വെള്ളമായിരുന്നു നേരത്തെ. ഇപ്പോൾ എന്ന് വെച്ചെങ്കിൽ തോടിൻ്റെ അവസ്ഥ ഭയങ്കര ദുഃഖത്തോടെ നമ്മൾ കാണുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് ചെറിയൊരു കുഞ്ഞു കുളം നമുക്ക് കാണിക്കാം. ആ കുളത്തിൽ നിന്നാണ് കേട്ടോ എല്ലാവരും വെള്ളം എടുത്ത് ഉപയോഗിക്കുന്നത്. ഇതാണ് ആ കുളം. ഈ കുളത്തിനാണ് കേട്ടോ എല്ലാവരും വെള്ളം എടുത്ത് അലക്കാർക്ക് ഉപയോഗിക്കുന്നത്. ഇപ്പം തന്നെ എന്നെ പോലെ എത്ര പേരുണ്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ. ഈ കുളമാണ് കേട്ടോ. നേരത്തെ ഈ കുളത്തിൽ നല്ല വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പം ഈ കുളത്തിൽ അങ്ങനെ വെള്ളമൊന്നുമില്ല. ഇപ്പം കാണുന്നവരെല്ലാം വിചാരിക്കും കേട്ടോ, അയ്യേന്ന് വിചാരിക്കും. എന്നാൽ പോലും നമ്മൾക്കത് ഒരു നിസ്സാരമല്ല. കാരണം വെച്ചെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞെങ്കിൽ വളരെ ദയനീയമാണ്. കാരണം വെള്ളത്തിന് ഇപ്പോൾ ക്ഷാമമുള്ളവർ എത്രയോ പേരുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഈ വെള്ളമൊക്കെ കിട്ടിയെങ്കിൽ ഞങ്ങളത് അലക്കാനൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. നമുക്കൊന്ന് വേറൊരു കുളം കൂടി നമുക്ക് കാണാം. അപ്പം എത്ര പേരുണ്ടാവും അങ്ങനെ അതിന് വേണ്ടി ഇതാക്കുന്ന ആൾക്കാർ കുറേ പേരുണ്ടാവും. അതുപോലെ ഇത് വേറെ കുളമാണ്. ഈ കുളത്തിൽ ഒരുപാട് വെള്ളമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നേ ഇല്ല. കാരണം വെച്ചെങ്കിൽ ഈ വെള്ളം എന്ന് പറഞ്ഞെങ്കിൽ ഭയങ്കര മണമാണ്, ചെളിയുടെ മണമായതുകൊണ്ട് നമ്മൾ ഈ വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നില്ല. പിന്നെ ഇത് നമ്മുടെ സ്വന്തം തോട്ടമാണ് കേട്ടോ. ഈ തോട്ടത്തിൽ നിറയെ നേരത്തെ പച്ചക്കറിയൊക്കെ നട്ടിരുന്നു. പച്ചക്കറി നിറയെ നട്ടിരുന്നു. അതുകൊണ്ട് കപ്പ, ചേമ്പ്, വാഴ, അങ്ങനെ പയർ ഒക്കെ നട്ടിരുന്നുണ്ട്. വെള്ളത്തിനൊരു ക്ഷാമമായതുകൊണ്ട് മാത്രം നമ്മളിപ്പോൾ പച്ചക്കറിയൊന്നും നട്ടില്ല. എന്നാൽ പോലും വാഴ കൃഷി നമ്മൾ നട്ടിട്ടുണ്ട്. അവിടെ ഫുള്ള് വാഴയാണ് കേട്ടോ. ആ വാഴയ്ക്ക് നട്ടത് ഈ സമയത്ത് വെച്ചെങ്കിൽ നേരത്തെ നട്ടതാണ്. എന്നാൽ അതിലിപ്പോൾ നല്ല വെള്ളം ഒഴിക്കുന്നത് കൊണ്ട് വെള്ളം ഇല്ലെങ്കിൽ പോലും നമ്മളിപ്പോൾ ഇപ്പോൾ അലക്കിയ വെള്ളമൊക്കെ നമ്മളിപ്പോൾ അതിൽ തന്നെയാണ് നമ്മൾ കൊണ്ടൊഴിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ നട്ടിൽ നിന്ന് പറിച്ചൊക്കെ എടുക്കുമ്പോൾ, അതായത് ഒരു വാഴയ്ക്കൊക്കെ പറിച്ചെടുത്ത് നമ്മൾ അതൊരു സന്തോഷം തന്നെയാണല്ലേ. നമ്മൾ നട്ടിൽ നിന്ന് കുറച്ച് എന്തെങ്കിലും പറിച്ചെടുക്കുകയാണെങ്കിൽ അതൊരു വേറെ വൈബാണ് എന്ന് പറയാമല്ലേ. ഇവിടെ നിറയെ നേരത്തെ നട്ടായിരിക്കും. ഇതിപ്പോൾ കവുങ്ങാണ് കേട്ടോ നട്ടത്. എന്നാൽ നമ്മളിപ്പോൾ കവുങ്ങൊക്കെ വെക്കാറാണെങ്കിൽ ഈ കുളം എന്ന് പറഞ്ഞെങ്കിൽ വലിയൊരു കുളമാണ്. ഈ കുളത്തിൽ നിറയെ വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ കുളത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞെങ്കിൽ ഇങ്ങനെ വെള്ളമൊന്നും കോരാണ്ട് ഇങ്ങനെ ആകെപ്പാടൊന്നും ചെളി പോലെ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് മാത്രം നമ്മൾക്ക് വെള്ളമുണ്ട്, എന്നാൽ ഇഷ്ടംപോലെ വെള്ളമുണ്ട് നമ്മൾ ഈ കുളത്തിൽ. പിന്നെ എന്നെപ്പോലെ കുറേ പേരുണ്ടോ ഇങ്ങനെ വെള്ളത്തിന് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ? ഒരുപാട് പേരുണ്ടാവും അല്ലേ. നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ചൂടിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു നേരത്തെ വെള്ളത്തിനും കൂടി ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്.